ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നമുക്ക് കുറെ ചീത്തയൊക്കെ കേൾക്കൂട്ടാ. അപ്പൊ അത് ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞേക്ക്. അപ്പൊ ഇത് നമ്മൾ ഓവർകം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഹോട്ടൽ ഫീൽഡിൽ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഹായ് ഗൈസ്, അപ്പൊ ഞാൻ ഷെഫ് സാൽവിൻ. ട്രെയിനിങ് കഴിഞ്ഞ് ഹോട്ടൽ ഫീൽഡിൽ നിർത്തി ഒരുപാട് പേരെ എനിക്കറിയണ പോലെ നിങ്ങൾക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ ഈ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കടന്നു പോകാന്നുള്ള ഒരു ടിപ്പ് ഞാനിപ്പോ പറഞ്ഞു തരാട്ടാ. ട്രെയിനിങ്ങിന് കയറുമ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും അവിടെ ആയിട്ടുള്ള മെയിൻ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ സ്റ്റാഫുമാരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുക. നമ്മളൊരു വലിയ ആളാണ് അവിടുത്തെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ നല്ലപോലെ പണിയെടുപ്പിക്കും. ഇതിനൊന്നും നിൽക്കാണ്ട് നമ്മൾ നോർമലായിട്ട് നല്ല കാമായിട്ട് എല്ലാ വർക്കും ചെയ്യാൻ അവർ തരണത്. അപ്പൊ ഇവിടെ നമ്മൾ കുറെ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, നമ്മൾ നല്ല സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. പിന്നെ പല ആൾക്കാരും പല വർക്കൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, താൻ എന്തെങ്കിലും ചെയ്യും, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക. ഞാൻ പറയുന്നത് അവര് പറയണ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നല്ല കേട്ടോ. അവരത്ര നമ്മളെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറെ വർക്കുകൾ നമ്മളെ എപ്പോഴും നമ്മുടെ പിന്നാലെ നടന്ന് പ്രൊവോക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ നിങ്ങൾ അറിയിക്കുക. അല്ലാതെ അവരായിട്ടൊരു തല്ലിനോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എല്ലാ ആൾക്കാരായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അധികം വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുൻപോട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ്, ട്രെയിനിങ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് പോയോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സുലാൻ.